ഹലോ ഗൈസ്, നോമ്പായതുകൊണ്ട് ക്ലാസ്സിലത്തെ ദിവസം നേരത്തെ നീക്കണ പരിപാടിയായി. അഥവാ നേരത്തെ നീച്ചാലോ ആ കെടുത്തം തന്നെ അങ്ങോട്ട്. ഇനിയിപ്പോ നീച്ചു കഴിഞ്ഞാൽ എന്താ പണിയാ? വെറുതെ കൊല്ലാലിരുന്ന് അന്തം വിട്ടാണ്. ഇങ്ങനെ അന്തം വിട്ടിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധയപ്പെട്ടത്, പെട്ടെന്ന് പോയി നമ്മൾ ചെടികളൊക്കെ ഒന്ന് സന്ദർശിക്കാന്ന് വിചാരിച്ചു. ചെടികളെല്ലാം മാനേജ് ചെയ്യുന്നതിന്റെ ഒപ്പാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് കുറെ നല്ല നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് കണ്ടത്. ഈ ഒരു വയലറ്റ് പൂവിന്റെ പേര് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ആദ്യമായിട്ട് ഈ ഒരു ചെടിയിൽ ഫ്ലവർ വന്ന കാണും. ഇതാണെങ്കിൽ തീരെ ഭംഗിയില്ലാത്തൊരു ഫ്ലവറും. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വെറൈറ്റി ഐറ്റം ചെടികളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഭംഗി ഇന്നപ്പം മനസ്സിലാവും. ഈ കണ്ട ചെടികളെല്ലാം സെറ്റ് ആക്കിയത് സോപ്പുമുടിന്റെ കവർ, പൊട്ടിയ ബക്കറ്റ്, പൊട്ടിയ ചട്ടി, ഇതിലൊക്കെയാണ് നമ്മൾ ഇവരെ സുരക്ഷിതമായി വെച്ചിട്ടുള്ളത്. റമദാൻ ആയതുകൊണ്ട് കുറെ തണ്ണിമത്തന്റെ വിത്ത് കിട്ടും. നമ്മളെ വീട്ടിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാലോ. അങ്ങനെ നടന്ന് വീടിന്റെ ചുറ്റുഭാഗി നടന്നു. ഇതിനുശേഷം വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയി നിസ്കരിച്ച് ഇന്ന് നോമ്പർക്കാൻ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് ഞാൻ തീരുമാനിച്ചു. വീട് അടിച്ചു വരുമ്പോ കണ്ണിപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു ബുക്ക്. ഈ ബുക്കിന്റെ ജനനം 2011 ആണ് കേട്ടോ. 15 വർഷം പഴക്കമുള്ള പുസ്തകം. പണ്ട് ഏത് ബുക്ക് കിട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ ഒരു കല എനിക്ക് നിർബന്ധം. ഇതൊക്കെ എന്റെ പണ്ടത്തെ കലാവിരുദ്ധാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ഫലാഫിൽ ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ കടല നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഓടിപ്പോയി കടല നോക്കിയപ്പോ കടല കഴിഞ്ഞിട്ടുണ്ട്. അല്ലൊന്ന് പണിയെടുക്കാൻ തീരുമാനിച്ചാൽ നടക്കൂല. പിന്നെ കുറച്ചൊരു പുസ്തകം നോക്കിയാണ്ട് കിടന്ന്. 3 hours later. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പക്കുവടയും അതേപോലെ ബ്രെഡ് പൊരിച്ചതാണ് കേട്ടോ. അതിനു വേണ്ടിട്ട് നമ്മള് ചിന്നച്ചട്ടിയും പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനും ഒരുപാട് വർഷങ്ങൾ പഴക്കൊണ്ട് കേട്ടോ. എന്തായാലും എന്താ നമ്മുടെ ഫുഡ് ഒന്ന് സെറ്റ് ആയി കിട്ടിയാൽ മതി. ഇതൊക്കെ ഓടിച്ചാടി ചെയ്യുമ്പോൾ നമ്മുടെ ടൈം എത്രയാണെന്നറിയാം? 6:25. അതുകൊണ്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ സംഭവങ്ങളെ കണ്ട് സെറ്റ് ആക്കി. ഇതാണ് ഇന്നത്തെ നോമ്പ് തുറക്കുള്ള സെറ്റപ്പ്. അങ്ങനെ ഓരോന്നോരോന്നായി കഴിച്ച് നമ്മൾ വയറങ്ങനെ നിറയും. ഞാൻ എന്തുണ്ടാക്കിയാലും ഇതിനൊക്കെ ഓണർ ഇവനേക്കാം. എന്തായാലും നോമ്പ് തുറ ഉഷാറായിട്ട് കഴിയും. അപ്പൊ ബൈ.